എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബദാം ഉപയോഗിച്ച് എങ്ങനെയാണ് കൺമഷി ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബദാമാണ് എടുത്തത്. ഇനി 1 ടീസ്പൂൺ നെയ്യ് എടുക്കുക. ഒരു ചിരാതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ബദാമിന് നെയ്യ് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ബദാം കത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക നെയ്യ്. രണ്ടാമത്തെ ബദാമിലും അതുപോലെ ചെയ്യാം. എന്നിട്ട് വിളക്കിൻ്റെ തിരി എടുക്കുക. തിരി ഇല്ലെങ്കിൽ സാധാരണ കോട്ടൺ ആയാലും കുഴപ്പമില്ല. കോട്ടൻ്റെ തുണിയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. ഞാൻ 2 തിരിയാണ് ഉപയോഗിച്ചത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കരി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 2 തിരി ഞാൻ ഉപയോഗിച്ചത്. 3 തിരിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വണ്ണത്തിലുള്ള തിരി ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ കരി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ചിരാതിൽ വെച്ച് കൊടുക്കുക. തിരി മൊത്തം നന്നായിട്ട് നെയ്യ് ആക്കണം, എന്നാലേ കത്തുള്ളൂ. ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ കാൻഡിൽ എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ കാൻഡിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിളക്ക് കത്തിച്ചാലും മതി. എന്തിനാണെന്ന് വെച്ചാൽ ബദാം കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റൗവിലൊക്കെ കത്തിക്കുന്ന കാണാറുണ്ട്. ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ. അതിന് ഒരു കാൻഡിൽ കത്തിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളക്ക് കത്തിച്ചിട്ട് ഇതുപോലെ കത്തിയിലോ അല്ലെങ്കിൽ പപ്പടം കുത്തിയിലോ അങ്ങനെ കോർത്ത് കൊടുത്തിട്ട് ബദാം നന്നായിട്ട് കത്തണം. അത് കുറച്ച് സമയം പിടിക്കും ബദാം ഒന്ന് കത്തിക്കിട്ടാൻ. കത്തിക്കിട്ടിയാൽ അതിങ്ങനെ കത്തിക്കോളും. രണ്ട് ബദാമും നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അതിനുശേഷം വിളക്ക് തിരി നന്നായിട്ട് കത്തിച്ച് കൊടുക്കുക. ഇനി വേണ്ടത് 2 സ്റ്റാൻഡാണ്. അതിന് വേണ്ടിയിട്ട് 2 സ്റ്റീൽ പാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഇതുപോലെ വിളക്കിനേക്കാളും കുറച്ച് ഹൈറ്റേ കൂടാൻ പാടും, അധികം കൂടാൻ പാടില്ല. ഫ്ലെയിം നന്നായിട്ട് മേലെ വെക്കുന്ന പ്ലേറ്റിൽ തട്ടണം, എന്നാൽ മാത്രമേ നമുക്ക് കരി കിട്ടുള്ളൂ. ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇതുപോലെ അതിൻ്റെ മേലെ കമത്തി വെക്കുക. ഇനി ഒരു 30, 35, 40 മിനിറ്റോളം ഇതുപോലെ വെക്കണം. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കരിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ കെട്ടുപോയി. കണ്ടോ, പ്ലേറ്റിൽ നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട്. ഞാൻ ചിരാതിൻ്റെ ഫ്ലെയിം കിട്ടായിട്ട് ഞാൻ 2 സ്റ്റാൻഡ് ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഫ്ലെയിം പ്ലേറ്റിൽ തട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹൈറ്റ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 സൈഡിൽ വെച്ച സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബദാം നന്നായിട്ട് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കരി നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും. ഇത്ര കരിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം.
നമ്മുടെ കൺമഷി റെഡി ആയിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറാണ്, നല്ല ഷൈനിങ്ങും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എഴുതിയാലൊക്കെ നല്ല ഡാർക്ക് കളറാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഈ ഒരു കൺമഷി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പണ്ട് മുതലേ നമ്മൾ കണ്ണൊക്കെ എഴുതി കൊടുക്കാറ്. അത്രയ്ക്കും നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കൺമഷിയാണ്. വാട്ടർ പ്രൂഫാണ്, വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നും അങ്ങനെ സ്പ്രെഡ് ആവുന്നൊന്നുമില്ല. എന്ന് വെച്ച് ഇത് സ്മഡ്ജ് ചെയ്യാതെ ഒന്നുമില്ല. കണ്ണിൽ എഴുതി കഴിഞ്ഞാൽ ഈ കൺമഷി എന്തായാലും സ്മഡ്ജ് ചെയ്യും. പിന്നെ ലൈറ്റായിട്ടൊക്കെ എഴുതിയാൽ അങ്ങനെ സ്മഡ്ജ് ചെയ്യത്തില്ല. കൺമഷി ഉണ്ടാക്കിയിട്ട് ഇതാ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാത്ത ഒരു ഐലൈനറിൻ്റെ ബ്രഷാണ്. ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എഴുതുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.